Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. Mr. Gupta opened a recurring deposit account in a bank. He deposited rupees 2,500 per month for 2 years. At the time of maturity, he got rupees 67,500. Then find first part total interest earned by Mr. Gupta, second part the rate of interest per annum. ഇത് ICC 2010 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഗുപ്ത ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് പി എന്ന് പറയുന്നത് എത്രയാണ്? റുപ്പീസ് 2,500 ആണ്. എൻ 2 years ആണ് പറഞ്ഞേക്കുന്നത്. സോ എത്രയാവും? 24 months എന്ന് കിട്ടും. ഇനി മെച്യൂരിറ്റി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? റുപ്പീസ് 67,500. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ പിയും എന്നും അറിയാമെങ്കിൽ പിയും എന്നും എം ബി അല്ലെ മെച്യൂരിറ്റി വാല്യൂവും നമുക്കിവിടെ എന്താണ് അറിയാമെങ്കിൽ ഏത് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് കാണാൻ ഫസ്റ്റ് ഫോർമുല വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല. എന്താണെന്ന് നോക്കിക്കേ. എം വി ഈക്വൽ ടു പി എൻ പ്ലസ് ഐ എൻ. അപ്പോൾ ഇവിടെ നമുക്ക് എം വി തന്നിട്ടുണ്ട്, അതുപോലെ പി അറിയാം, എൻ അറിയാം, ഐ ആണ് കാണേണ്ടത്. അപ്പോൾ സോ ഐ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എം വി മൈനസ് പി ഇൻറ്റു എൻ. സോ ഈ മെച്യൂരിറ്റി വാല്യൂ 67,500 മൈനസ് പിൻ്റെയും എന്നിൻ്റെയും പ്രോഡക്റ്റ് ആണ് 2,500 ഇൻറ്റു 24. ദാറ്റ് ഈസ് 67,500 മൈനസ് ഇതിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കുമ്പോൾ കിട്ടുന്നത് 60,000 ആണ്. സോ ഡിഫറൻസ് നമുക്ക് എത്ര വരും? 7,500 റുപ്പീസ് എന്ന് കിട്ടും. സോ ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത് ഇവിടെ? 7,500. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. ഐ അറിയാം, ഇനി ആറ് കാണണം. ആറ് കാണാനായിട്ട് നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യാം? സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യണം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു എന്ത് വരും? പി എൻ ആർ ഇൻറ്റു എൻ പ്ലസ് 1/2 ഇൻറ്റു 12 ഇൻറ്റു 100. സോ ആ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നതെന്ന് നോക്കിക്കേ. നമുക്ക് വേണ്ടത് ആറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ ഐയുടെ വാല്യൂ നമുക്ക് കിട്ടി 7,500 ഈക്വൽ ടു പി എന്ന് പറയുന്നത് 2,500 ആയിരുന്നു. എൻ എന്ന് പറയുന്നത് 24 months ആണ്. ആറാണ് കാണേണ്ടത്. എൻ പ്ലസ് 1 എന്ന് പറയുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു 100. ഇനി ക്യാൻസലേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ക്യാൻസലേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ 00 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ദെൻ 12ഉം 24 2 times ക്യാൻസൽ ചെയ്യാം. എഗെയിൻ 2ഉം താഴത്തെ 2ഉം കട്ടായി പോവും. ഡിനോമിനേറ്റർ എല്ലാം ക്യാൻസലായി പോയിട്ടുണ്ട്. ബാലൻസ് എന്താ വരുന്നതെന്ന് നോക്കിക്കേ. 7,500 ഈക്വൽ ടു 25 ഇൻറ്റു 25 ഇൻറ്റു 6. സോ എന്ത് കിട്ടും? 625 6 എന്ന് കിട്ടും. ദെയർഫോർ ആർ ഈക്വൽ ടു ഡിവിഷൻ ആണ് വരുന്നത്. 7,500 ഡിവൈഡഡ് ബൈ 625 ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ്? 12% എന്ന് കിട്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.